ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 നവംബർ 10 നിയ ഡിക്കോസ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു മാർവൽ ചിത്രമായിരുന്നു ദി മാർവൽസ് എന്ന ചിത്രം. ഞാൻ ചിത്രം ഇന്നാണ് കാണുന്നത്. സിനിമ കണ്ട എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സിനിമ ഏകദേശം റണ്ണിങ് ടൈമായിട്ട് കണക്കാക്കപ്പെടുന്നത് 1.25 മണിക്കൂറാണ്. ഇതിനു മുമ്പ് മിസ് മാർവൽസ് എന്ന് പറയുന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സീരീസിൻ്റെ ബാക്കി കഥയാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത്. ആ സീരീസിൻ്റെ ക്ലൈമാക്സിൽ നമ്മളെ ക്യാപ്റ്റൻ മാർവൽ വന്നു പോകുന്നുണ്ട്. ഒരു ടൈം ട്രാവൽ ചെയ്താണ് വരുന്നത്. അതെന്താണെന്ന് ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതിൽ 2 ബാംഗിൾസ് ഉണ്ട്. ആ ബാംഗിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ടൈം ട്രാവലുള്ള ചെയ്യാൻ പറ്റുന്ന 2 പവർഫുള്ളായിട്ടുള്ള 2 ബാംഗിൾസാണ്. ഒന്ന് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ആ ഉപയോഗിക്കാൻ പറ്റും. ആ 2 വശങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ബാംഗിൾ ഡാർ എന്ന് പറയുന്ന അവരാണ് ഉപയോഗിക്കുന്നത്. അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പണ്ട് ക്യാപ്റ്റൻ മാർവൽ കാരണമാണ് അവരുടെ ഗ്രഹമെല്ലാം തകർന്നതെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഓരോ ഗ്രഹങ്ങളും ക്യാപ്റ്റൻ മാർവലിന് വേണ്ടപ്പെട്ട ഓരോ ഗ്രഹങ്ങളും ഈ ഡാർ എന്ന് പറയുന്ന അവർ ഈ ബാങ്കിൽ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ കമലാ ഖാനും ഒരു ബാങ്കുണ്ട്. ഈ ബാങ്കിൽ ഉപയോഗിച്ച് അവർ നല്ല ശക്തികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ബാങ്കിൾസും അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിനെ അവർ നശിപ്പിക്കാൻ നോക്കുന്ന കഥകളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ കമലാഖാൻ്റെ ബാങ്കിൽ ഉപയോഗിക്കുമ്പോൾ ചില സമയത്ത് ആ റിയാക്ഷൻ കൊണ്ടാണ് ഈ ക്യാപ്റ്റൻ മാർവലിനും ഈ മോണിക്കയ്ക്കും ഈ പവർ ഷിഫ്റ്റായി പോകുന്നത്. എന്ന് വെച്ചാൽ അവർ ടൈം ട്രാവൽ ചെയ്യുന്നത് അവരെ പവേഴ്സ് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. കമലാഖാൻ പോകുന്ന സ്ഥലത്ത് മിസ് മാർവൽ വരും, മിസ് മാർവൽ പോകുന്ന സ്ഥലത്ത് കമലാഖാനും പോകും. അങ്ങനെ മാറി ഷിഫ്റ്റിംഗ് ആണ്. അങ്ങനെ ഇവർ എങ്ങനെ ഈ യൂണിവേഴ്സിനെ കാത്തുരക്ഷിക്കുമെന്നുള്ള സ്റ്റോറിയിലൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ആക്ഷൻ സീക്വൻസൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നു. വിഷ്വൽ ട്രീറ്റിന് ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. പിന്നെ പെർഫോമൻസാണ് ഇതിൽ ഷോകമായിട്ടുള്ളത്. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോകമെന്ന് വെച്ചാൽ അത്ര ആരും വന്നിട്ടില്ല. കൊള്ളാം, 1 ടൈം വാച്ചബിൾ സിനിമ. എനിക്ക് അത്രയേ ഉള്ളൂ മിസ് മാർവൽസിനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് ക്രെഡിറ്റ് സീനുകളുണ്ട്. അത് വരാതിരിക്കുന്ന എല്ലാ മാർവൽ സിനിമയും കണക്ട് ചെയ്യാൻ പോകുന്ന സീനുകളാണെന്ന് മനസ്സിലായി. അതിൻ്റെ ഭാഗമായിരിക്കും ഇനി ഡെഡ് പൂൾ ആൻഡ് വുൾവേറിൻ എന്നുള്ള സിനിമയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ കാണാം. നല്ല പ്രതീക്ഷയുള്ള സിനിമയായിരിക്കട്ടെ ഡെഡ് പൂൾ ആൻഡ് വുൾവേറിൻ എന്ന ചിത്രം. ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമകളാണ്. നല്ല വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അപ്പോൾ മിസ് മാർവൽ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സിനിമ അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരിക്കും മിസ് മാർവൽ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.